ഈ വാർത്തകൾ വരുന്ന ഓരോ വഴികളെ മുമ്പൊക്കെ നമ്മുടെ പത്രങ്ങളെ ആശ്രയിച്ചാണ് ജനങ്ങളൊക്കെ വാർത്തകൾ അറിഞ്ഞിരുന്നത്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അതൊക്കെ നമ്മുടെ വാർത്താ ചാനലുകൾ ഏറ്റെടുത്തു. അതൊക്കെ തുടക്കത്തിൽ ഒന്നോ രണ്ടോ ചാനലുകൾ ഉള്ള കാലത്ത് അവർ തമ്മിൽ മത്സരങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ വാർത്തകളൊക്കെ എത്തിയായിരുന്നു. ഇപ്പോൾ എന്താ വെച്ചാൽ ചാനലുകളുടെ എണ്ണം അങ്ങോട്ട് വർദ്ധിച്ച് ഇവ തമ്മിൽ ഭയങ്കര മത്സരമായി. പുതിയ ചാനലുകൾ വീണ്ടും വരുന്നു. ഉള്ള ചാനലുകളിലെ ചില ആളുകൾ ഇറങ്ങിപ്പോണു, പുതിയ ആളുകൾ വരുന്നു. അങ്ങനെ ആകെ ബഹളമയാണ് ചാനലുകൾ. അപ്പോൾ ഈ റേറ്റിംഗ് കൂട്ടുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് വലിയൊരു വിഷയമാണ്. അവർക്ക് നിലനിൽക്കണമെങ്കിൽ റേറ്റിംഗ് വേണം. റേറ്റിങ്ങിനനുസരിച്ചാണ് പരസ്യം കിട്ടുക. അപ്പോൾ പരസ്യത്തെ ആശ്രയിച്ചാണ് ചാനലുകളുടെ നിലനിൽപ്പ്. ഇങ്ങനെ വന്നപ്പോൾ വാർത്തകൾ അറിയിക്കുന്നതിനേക്കാൾ ഉപരി വാർത്തകൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും താല്പര്യങ്ങൾക്ക് വിധേയമായിട്ട് വാർത്തകൾ മുക്കുക, അങ്ങനെയൊക്കെ രീതിയിൽ ഈ ചാനലുകൾ വളരെയധികം മാറിക്കഴിഞ്ഞു. ഇത് മനസ്സിലാക്കിയിട്ട് കുറേ ആളുകൾ ചാനലുകളെ ആശ്രയിക്കാതെ വേറെ വഴികൾ വാർത്തകൾ അറിയാൻ നോക്കി തുടങ്ങി. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ അവസ്ഥ നോക്കുമ്പോൾ ചാനലുകളിലെ മാത്രം കാണാതെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ, അതായത് യൂട്യൂബും ഫേസ്ബുക്കൊക്കെ വരുന്ന വാർത്തകളെ വിശകലനം ചെയ്ത് സത്യം തേടിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ആളുകൾ മാറുകയാണ്. ഇപ്പോൾ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2-3 വിഷയങ്ങളുണ്ട്. ഒന്ന് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണ്, പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പരാതികളും കാര്യങ്ങളുമായിട്ട് അത് കേസുകളായിട്ട് മുന്നോട്ട് പോകണു. ശബരിമലയിലാണെങ്കിൽ ഈ സ്വർണ്ണക്കൊള്ള അതുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റുകൾ നടക്കുന്നു. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് കൊടിമരത്തിനുള്ള വാജിവാഹനവും, അത് വാജിവാഹനം തന്ത്രിക്ക് കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനെ നിരവധി വിഷയങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ചില കാര്യങ്ങളൊന്നും ഇപ്പോൾ ചാനലിൽ വരുന്നില്ല, ചില കാര്യങ്ങൾ വരുന്നു. ചില കാര്യങ്ങൾ സ്വന്തമായിട്ട് ചാനലുകൾ വാർത്ത ഉണ്ടാക്കുന്ന കഥകൾ വരെ പുറത്തേക്ക് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ചില സ്ത്രീ പീഡന കേസുകളിൽ പ്രതിയെ ഒന്നുകൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഇരകളുണ്ടോ എന്ന് ചാനലുകൾ തപ്പി നടക്കുന്ന, അല്ലെങ്കിൽ ഇരകളെ ക്യാൻവാസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരെ പോയി തുടങ്ങി. അപ്പോൾ ഈ രീതിയിൽ നമ്മൾക്ക് സത്യം അറിയണമെങ്കിൽ ഇപ്പോൾ പല മാർഗ്ഗങ്ങൾ ഉപയോഗിക്കണം. പത്രങ്ങളെ ആശ്രയിക്കണം, അതുപോലെ ചാനലുകളെ ആശ്രയിക്കണം, അതുപോലെ സോഷ്യൽ മീഡിയയും ആശ്രയിക്കണം. എന്നിട്ട് നമ്മൾ സ്വന്തമായിട്ടൊരു വിശകലനം നടത്തി സത്യത്തിലേക്ക് എത്തണം എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ ഇതൊക്കെ ഭാവിയിലേക്ക് ഇനിയും എന്തൊക്കെ മാറ്റങ്ങൾ വരുമെന്ന് കണ്ടറിയണം. അതാണ് പറയാനുള്ളൂ.